ഹലോ, എന്നൊക്കെയുണ്ട് വിശേഷങ്ങൾ? വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ടേസ്റ്റ് ആൻഡ് സൈറ്റ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പിക്ചർ കണ്ട പോലെ തന്നെ മാക്രോണിയാണ് ഉണ്ടാക്കാൻ പോണത്. ഏകദേശം മാക്രോണി, പാസ്ത എല്ലാം ഒരേപോലെ തന്നെ വരും. ഒരേ ഫാമിലിപ്പെട്ട ആൾക്കാരാണ്, ഒരേപോലെയാണ് പ്രിപ്പറേഷൻസൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാക്രോണി നമ്മൾ വേവിച്ചെടുക്കണം. നമ്മൾ നൂഡിൽസൊക്കെ വേവിക്കത്തില്ല, അതുപോലെ തന്നെ അതിനുള്ള വെള്ളം വെക്കുക. അതിലേക്ക് ഒരു സ്പൂൺ ഓയിൽ ഒഴിക്കുക. വേണമെങ്കിൽ ഒലിവ് ഓയിലാണെങ്കിൽ ഒലിവ് ഓയിൽ ഒഴിക്കാം, ഇല്ലാത്തവർ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചാലും മതി. ഇന്ന് നമുക്കെല്ലാവർക്കും, കുട്ടികൾക്കായാലും വലിയവർക്കെല്ലാം പെട്ടെന്ന് ഫോളോ ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ് ഞാനിന്ന് കാണിച്ചു തരുന്നത്. മാക്രോണി കൊണ്ട് ഉണ്ടാക്കുന്നത് അത് തന്നെ നമുക്ക് വേണമെങ്കിൽ പാസ്തയിലും ചെയ്യാം. ഞാനിന്ന് എടുത്തിരിക്കുന്ന മാക്രോണി ഇതാണ്. ഈ ഒരു ഷേപ്പിലിരിക്കുന്ന മാക്രോണിയാണ്. ഞാനിങ്ങനെ ഒരു എൽബോ ഷേപ്പിലാണ് അതിരിക്കുന്നത്. ഈ ഒരു ബ്രാൻഡിൻ്റെയാണ്. നമ്മൾ ഏത് കിട്ടുന്നോ അവൈലബിൾ ആയിട്ടുള്ളത് മാർക്കറ്റിൽ അത് വാങ്ങിക്കുക. എന്നിട്ട് നമ്മളിത് തിളപ്പിച്ച് ഊറ്റുകയാണ്. ഒത്തിരി അങ്ങ് ഒരു 80% വേവിച്ചാൽ മതി. ഒരു 75 to 80% മാത്രമേ വേവിക്കാവുള്ളൂ. വെന്ത് പൊട്ടിയൊന്നും പോവല്ല. ആ ഒരു രീതിയിൽ വെന്ത് വരിക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് തന്നെ വേവിച്ചോളുക. നമ്മൾ കുറച്ചും കൂടെ വെള്ളം കൂടുതൽ ഒഴിച്ചിട്ട് വേണം അത് ഒന്നും കൂടെ ഇളക്കിയിട്ട് വേണം നമ്മളത് ഊറ്റിക്കളയാനായിട്ട്. ആവശ്യത്തിന്, ഞാനൊരു കണക്കൊന്നുമില്ല, ഒരു കണക്കിന് നമുക്ക് ആവശ്യമുള്ള എത്രയാണോ അത്രയും പാസ്തയല്ല മാക്രോണി. ഇനി അത് തിളച്ച് വരട്ടെ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്ന് വെച്ചാൽ അത് അടിക്കൊന്നും പിടിക്കരുത്. നന്നായിട്ട് അടി കൂട്ടി നന്നായിട്ടൊന്ന് ഇളക്കണം. അല്ലെങ്കിൽ പിന്നെ അതങ്ങ് ഇടുമ്പം തന്നെ അതങ്ങ് ഒട്ടിപ്പിടിക്കും. അപ്പോൾ അത് നന്നായിട്ട് അടി കൂട്ടി ഇളക്കി കൊടുക്കുക. ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തേച്ച് അവിടെ ഇടുക. നന്നായിട്ട് വെട്ടി തിളക്കട്ടത്. ഇപ്പോഴത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, അത് നന്നായിട്ട് പൊങ്ങി വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറേയും കൂടെ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്കത് ഊറ്റി ഒരു നെറ്റിനകത്തിട്ട് വയ്ക്കുക. സെയിം ഇതുപോലെ തന്നെ നമ്മൾ നൂഡിൽസ് എടുക്കുന്ന പോലെ തന്നെ നന്നായിട്ട്, കണ്ടില്ലേ, ഏറെ വെള്ളം ഒഴിച്ച് നമ്മൾ ഇളക്കി. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടിപ്പിടിക്കും, പശയുണ്ടാവും. അതുകൊണ്ടാണ് ഏറെ വെള്ളം ഒഴിച്ച് നമ്മളത് വേണം ഇളക്കിയെടുക്കാൻ. പിന്നെ പച്ചവെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. ചിലർ പച്ചവെള്ളം കൂടെ ഒഴിച്ചെടുക്കാറുണ്ട്, പക്ഷേ ഞാൻ എടുക്കാറുണ്ട്. ഇങ്ങനെ അങ്ങ് എടുക്കും. കണ്ടില്ലേ, ഒന്നൊന്നത്തെ തൊടാതെ നല്ലതായിട്ട് പെർഫെക്റ്റായിട്ട് ഇരിപ്പുണ്ട്. അത് മതി. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ട വെജിറ്റബിൾസൊക്കെ നമുക്കിനി കട്ട് ചെയ്തെടുക്കാം. ഒരു ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം. ചെറിയ ക്യൂബ്സായിട്ട് തന്നെ അരിഞ്ഞെടുക്കുക. ഇതിപ്പോൾ ഞാൻ 2 കഷ്ണം വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് 2 കഷ്ണം വലിയ വെളുത്തുള്ളി ഞാൻ അരിഞ്ഞെടുക്കുന്നുണ്ട്. ചെറുതാണെങ്കിൽ ഒരു 4 or 5 ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ ഒരു 1/4 ഭാഗമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഒരു ഫുൾ ക്യാപ്സിക്കം എടുത്തിട്ടില്ല. 1/4 ഭാഗം ഗ്രീൻ കളർ ക്യാപ്സിക്കം എടുത്ത് അതും ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അതിന് റെഡും യെല്ലോയും ഒക്കെ കയ്യിലുണ്ടെങ്കിൽ അതും കൂടെ കുറേശ്ശെ വിധം അരിഞ്ഞ് ചേർക്കാം. അതുപോലെ തന്നെ വലിയൊരു സവാള, ചെറുതാണെങ്കിൽ 2 സവാള, അത്രയും കൂടെ കുഞ്ഞായിട്ട് അരിയുക. പിന്നെ കുറച്ച് ബ്രക്കോളി ഞാൻ ചേർക്കുന്നുണ്ട്. അത് ഈ പറഞ്ഞ പോലെ തന്നെ പിന്നെ ചൂടുവെള്ളത്തിനകത്ത് ഇട്ടിട്ട് എടുത്തതാണ്. അതിനെ ക്ലീനാക്കി എടുത്തിരിക്കുന്ന ബ്രക്കോളിയാണ്. അതും കൂടെ ഞാൻ ചെറിയ പീസാക്കി ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. അതൊക്കെ ഇട്ട് നല്ലൊരു ടേസ്റ്റ് നൽകും. പിന്നെ ഞാൻ ഇതിനകത്ത് നോൺ വെജ് മാക്രോണിയാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ചേർക്കുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ വേവിച്ച് ചേർക്കാം. ഇത് ഞാൻ ബീഫ് പെപ്പറോണിയാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പം പെപ്പറോണി നമ്മൾ ഇതിനകത്തൊക്കെ പാസ്തയ്ക്കകത്ത്, പിസ്സയ്ക്കകത്തൊക്കെ കണ്ടിട്ടില്ലേ, ആ ഒരു സാധനം തന്നെയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കഴുകിയിട്ടാണ് ഇത് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ കഴുകാതെയും സ്മോക്ക്ഡ് ആണെങ്കിൽ കഴുകാതെയും നമുക്കിത് ഡയറക്റ്റ്ലി തന്നെ നമുക്കിത് കുക്ക് ചെയ്യാം. ഞാനൊന്ന് കഴുകിയിട്ട് അത് നെറ്റിനകത്ത് വെച്ചിട്ട് ആ വെള്ളം ഒന്ന് കളഞ്ഞിട്ടാണ് ഇത് ഡയറക്റ്റ്. അതിന് എണ്ണയുടെ ആവശ്യമൊന്നുമില്ല. നോൺ സ്റ്റിക്ക് പാൻ ആണെങ്കിൽ എണ്ണയുടെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് നല്ല ഹോട്ടായിട്ട് കിടക്കുന്ന പാനിലേക്ക് അതങ്ങ് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് കഴിയുമ്പോൾ അതങ്ങ് കുക്ക്ഡ് ആവും. അത്ര ഉള്ളൂ. ഇനി എണ്ണയുടെ ഒന്നും ആവശ്യമില്ല. വേണമെങ്കിൽ 1 സ്പൂണോ അല്ലെങ്കിൽ 1/2 സ്പൂണോ എണ്ണ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു ഗ്ലേസിങ്ങും ഒക്കെ കിട്ടും. സംശയം ഉണ്ടെങ്കിൽ 1/2 സ്പൂണ് എണ്ണ ഒഴിച്ച് കൊടുത്തോളുക. നമ്മളുണ്ടാക്കുന്നത് മാക്രോണി വിത്ത് ബീഫ് പെപ്പറോണി ആയതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇനിയും ബീഫിൻ്റെ ചെറിയ പീസസ് ആണ് ഇരിക്കുന്നതെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് വേവിച്ച് ചേർക്കാം. ചിക്കൻ്റേതാണെങ്കിൽ അങ്ങനെ വേവിച്ച് ചേർക്കാം. ഏത് വേണമെങ്കിലും ചേർക്കാം. സോസേജ് ആണെങ്കിൽ സോസേജ് ചേർക്കാം. എന്തും ചേർക്കാം. ഇപ്പം ഞാനിത് ഇന്ന് കാണിച്ചു തരുന്ന ഇതിൻ്റേതാണ്. അതിങ്ങനെ വേണം നമ്മൾ ചെയ്തെടുക്കാൻ. അതപ്പോൾ ഒന്ന് കുക്കായി വരട്ടെ. നമുക്ക് തിരിച്ചു മറിച്ചു വിട്ടിട്ട് എടുക്കാം. പെപ്പറോണി പെട്ടെന്ന് കുക്കാവുന്നതാണ് സാധനം. ഓൾറെഡി അത് സ്മോക്ക്ഡ് ആയതുകൊണ്ട് അത്
പെട്ടെന്ന് നമുക്ക് കുക്ക്ഡായിട്ട് കിട്ടും. കുക്ക് ചെയ്യാൻ ഈസിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫുഡാണിത്. അതുകൊണ്ട് ശരിയായത് ഞാനൊരു സൈഡിലേക്ക് മാറ്റി വെച്ചാൽ അടുത്ത സെറ്റും കൂടെ ഞാൻ ഇട്ടു. അപ്പോൾ അതും കൂടെ ഇങ്ങനെ തന്നെ നമുക്കൊന്ന് ഞാനൊരു ശക്കല എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെയാണ് ഗ്ലേസിങ് കിട്ടിയിരിക്കുന്നത്. അത് മതി. ഒരു ശക്കല ഒരു 1/2 സ്പൂണ് ഒലിവ് ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ആ ഒരു കളറിലായിരിക്കണം അത് കുക്ക് ചെയ്ത് വരാനായിട്ട്. എന്ന് വെച്ചാൽ ചിലർ സ്മോക്ക്ഡ് ആയതെങ്കിൽ പിന്നെ ചെയ്യാറില്ല. പക്ഷേ ഞാൻ ഒന്നും കൂടെ ഒന്നിട്ട് ഞാൻ എടുക്കാറുണ്ട്. നമുക്ക് ചിലപ്പോൾ അതങ്ങോട്ട് സ്മോക്ക്ഡ് നമുക്കങ്ങോട്ട് ഇഷ്ടം വരണമെന്നില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു കളറിൽ നമുക്കെടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് മെയിനായിട്ടുള്ള പ്രിപ്പറേഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പാൻ വെക്കുക. ആ പാൻ തന്നെയാണ് ഞാനൊന്ന് കഴുകിയിട്ടിങ് എടുത്തത്. വേറെ പാനിൻ്റെ ഒന്നും ആവശ്യമില്ല, അത് തന്നെ മതി. അപ്പോൾ അതൊന്ന് ചൂടായി വന്നിട്ട് പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് എന്തെടുക്കണം, സോൾട്ടഡോ അൺസോൾട്ടഡോ ആയിട്ടുള്ള ബട്ടർ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നുവെച്ചാൽ ഇതിന് ഇച്ചിരി ഉപ്പ് വേണമല്ലോ. നമ്മൾ മാക്രോണി നമ്മൾ ഊറ്റിക്കളഞ്ഞതുകൊണ്ട് വീണ്ടും കുറച്ചും കൂടി ഉപ്പ് ഇടേണ്ടി വരും. അതുകൊണ്ട് ഏത് സോൾട്ടഡ് ബട്ടർ ആയാലും കുഴപ്പമൊന്നുമില്ല. അത് ആ ബട്ടർ ഒന്ന് ഉരുകി വരുമ്പോഴത്തേക്കിനും നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന വെളുത്തുള്ളിയിലെ അതിട്ട് കൊടുക്കുക. അത് ഒന്ന് ബ്രൗൺ ആവണം. അതാണ് ഇതിന് ഫ്ലേവർ നൽകുന്ന സാധനം. അപ്പോൾ അതൊന്ന് ബ്രൗൺ ആയിക്കോട്ടെ. ഞാൻ തീ ഓഫാക്കി, അല്ലെങ്കിൽ കരിഞ്ഞു പോകും, ബട്ടറല്ലേ. ഇപ്പം നമ്മുടെ പാൻ നല്ല ചൂടായിട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ എല്ലാം അരിഞ്ഞ് സൈഡിൽ വെച്ചേച്ച് വേണം ഇത് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ. ഇതിപ്പോൾ തന്നെ നല്ല ബ്രൗൺ കളറായി വരുന്നുണ്ട്. ആയി വരുമ്പോഴത്തേക്കിനും നിങ്ങളുടെ കയ്യിൽ വൈറ്റ് പെപ്പർ പൗഡറാണ് ഇരിക്കുന്നതെങ്കിൽ അത് ചേർക്കുക, അല്ലെങ്കിൽ ബ്ലാക്ക് പെപ്പർ ആയാലും കുഴപ്പമില്ല. ബ്ലാക്ക് പെപ്പറിനാണ് കുറച്ചും കൂടെ എനിക്ക് എപ്പോഴും ടേസ്റ്റ്, എപ്പോഴും ബ്ലാക്ക് പെപ്പർ പൗഡറാണ്. പിന്നെ ഇതിൻ്റെ വൈറ്റ് കളറിലെ സോസാണ് നമ്മളിതിന് വേണ്ടി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊരു ബ്ലാക്ക് വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിവിടെ വൈറ്റ് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുന്നത്. അതായാലും കുഴപ്പമില്ല. ഒരു 1/2 സ്പൂൺ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ വേറെ എരിവൊന്നുമില്ല. പിന്നെ ഇനി ഇതിലും എരിവ് വേണ്ടവർക്ക് നമുക്ക് ഇച്ചിരി വേണമെങ്കിൽ ചില്ലി ഫ്ലേക്സ്, അതായത് വറ്റൽമുളക് പൊടിച്ചെടുത്തത് വേണമെങ്കിൽ ഇടാം. മുളക് പൊടിയല്ല, വറ്റൽമുളക് തരിതരിയായിട്ട് പൊടിച്ച് ഫ്ലേക്സ് ആയിട്ട് എടുത്തത് ആഡ് ചെയ്യും. ഇപ്പോഴ് ഇതിലേക്ക് നമ്മൾ എന്തെടുത്തു, സവോള അരിഞ്ഞ് വെച്ചതും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരുമിച്ച് ഇളക്കിയെടുക്കുക. ഇപ്പോൾ മറ്റേ വെളുത്തുള്ളിയൊക്കെ കണ്ടില്ല, നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്, കരിഞ്ഞിട്ടില്ല. സവോള അങ്ങ് ഒത്തിരി വഴണ്ടൊന്നും വരേണ്ട ആവശ്യമൊന്നുമില്ല. സവോള ജസ്റ്റ് ഒന്ന് കുക്ക്ഡായാൽ മതി. എന്നുവെച്ചാൽ ഇതൊന്നും അങ്ങ് ഒത്തിരി പിന്നെ കുക്കായിട്ടുള്ള കാര്യങ്ങളല്ല. അതൊരു സെമി കുക്ക്ഡാണ് ഇതിൻ്റെ വെജിറ്റബിൾസ് എല്ലാം വരുന്നത്. അത് മതി. അതിൻ്റെ ആവശ്യമുള്ള നല്ല കറക്റ്റായിട്ട് ടെക്സ്ചർ വരത്തുള്ളൂ. അതിലേക്ക് നമുക്ക് എന്തിട്ട് കൊടുക്കാം, ക്യാപ്സിക്കവും നിങ്ങളുടെ സ്പ്രിംഗ് ഓനിയൻ വേണമെങ്കിൽ സ്പ്രിംഗ് ഓനിയൻ സാധാരണ ഇതിന് ഇടാറില്ല, അതുകൊണ്ട് അത് വേണ്ട. പിന്നെ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുക. പിന്നെ ബ്രൊക്കോളിയാണ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ. നിങ്ങളുടെ സ്പിനാച്ചൊക്കെ ഉണ്ടെങ്കിൽ ഓരോരോ വെജിറ്റബിൾസ് ആയിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. മഷ്റൂംസ് ആഡ് ചെയ്യാം, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. പിന്നെ ക്യാരറ്റ് വേണ്ടവർക്ക് ക്യാരറ്റ് ആഡ് ചെയ്യാം. പിന്നെ അങ്ങനെ ഓരോ ചെറിയ എല്ലാ വെജിറ്റബിൾസും ഇതിന് ആഡ് ചെയ്യാൻ പറ്റത്തില്ല, ചിലതൊക്കെ പറ്റത്തുള്ളൂ. ചീരയൊക്കെ, സ്പിനാച്ച്, ഗ്രീൻ കളർ സ്പിനാച്ച് ഇതിന് നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ എന്തായിട്ട് ഒഴിച്ചു കൊടുക്കുന്നതെന്നറിയാം, പാല്. ഞാൻ ഫുൾ ഫാറ്റ് മിൽക്കാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഫുൾ ഫാറ്റ് മിൽക്ക് ഒരു 1/2 ഗ്ലാസോളം ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു ക്രീം ടെക്സ്ചർ നൽകുന്നത്. അതിനകത്ത് കിടന്നത് വേഗണം. ഇനി ഈ ഒരു കൂട്ട് നന്നായിട്ട് നിങ്ങൾക്ക് ഞാനിപ്പോൾ തിളപ്പിച്ചൊഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസിയാണ്. ഇപ്പം ഇനി തിളപ്പിച്ചിട്ടില്ല, ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഞാൻ പാൽ ഒഴിക്കുക. എന്ന് വെച്ചാൽ ഇതെല്ലാം കൂടി ഇനി ഒന്ന് തിളയ്ക്കുന്നുണ്ടല്ലോ, പിന്നെ നമ്മൾ വേറെ തിളപ്പിച്ച് ഇനി ഒഴിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതൊന്ന് തിളച്ച് വരട്ടെ. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇപ്പോഴത് കുറേശ്ശെ വരെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളച്ച് നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് എന്താ ആഡ് ചെയ്യണം എന്നറിയാം. നമുക്ക് നമ്മുടെ മെയിൻ ഐറ്റമായ നമ്മുടെ മാക്രോണി വേവിച്ച് വെച്ചിരിക്കുന്നുണ്ടല്ലോ, ഒന്നൊന്നിൽ തൊടാണ്ട് നല്ലതായിട്ട് തന്നെ കിടക്കുന്നത്, അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. തിളച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടിനകത്ത് വേണമെങ്കിൽ കുറച്ചും കൂടെ വേണമെങ്കിൽ പാലിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനിയും ചേർക്കുമ്പോൾ ഇച്ചിരി ഒന്ന് വേണമെങ്കിൽ ഒന്ന് തിളപ്പിച്ചു, ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഡയറക്റ്റ് ഇനി അതെല്ലാം കൂടെ കിടന്ന് ഒരുമിച്ച് അങ്ങ് തിളക്കുകയാണ്. അതുകൊണ്ട് സെപ്പറേറ്റ് തിളപ്പിച്ച് പാൽ ഒഴിക്കണമെന്ന് ഞാൻ പറയത്തില്ല. ആവശ്യമെങ്കിൽ മാത്രം കുറച്ചും കൂടെ പാൽ ചേർത്ത് കൊടുക്കുക. ഇതൊക്കെ റെഡി ടു സെർവ് ആണ്, അതായത് ഹോട്ട് ആൻഡ് സെർവ് ആയിട്ടുള്ള ഐറ്റംസിനകത്ത് വരുന്നതാണ്. ഇതൊന്നും വെച്ച് അങ്ങനെ ഒത്തിരി നേരം ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാലും അതൊക്കത്തില്ല. എന്ന് വെച്ചാൽ അതിൻ്റെ ആ സോസുകളെല്ലാം അങ്ങനെ പിടിച്ച് കഴിഞ്ഞ് കഴിയുമ്പം അതിൻ്റെ ഒരു വേറൊരു ടെക്സ്ചറായി മാറും. പിന്നെ ഇത് മിച്ചം ഇരുന്ന നാളത്തേക്കിന് ഉപയോഗിക്കുന്നൊന്നും അത്ര ടേസ്റ്റിയും കാര്യങ്ങളൊന്നുമല്ല. ഇതൊക്കെ ആ ഒരു നേരത്തേക്കിന് മാത്രം ഉണ്ടാക്കുക, കഴിക്കുക, ഫിനിഷാക്കുക എന്നുള്ളതാണ് ഇത്രയും ഫുഡുകളുടെയൊക്കെ ഒരു പ്രത്യേകത.
പിന്നെ ഇത് വൈറ്റ് സോസ് ആയതുകൊണ്ട് കുറച്ച് എനിക്ക് ഇച്ചിരി കൂടെ കൂടുതൽ സോസി ആയിട്ട് കിടക്കുന്നതാണ് എനിക്കിഷ്ടം ഇതിന്. അപ്പോൾ കുറച്ചും കൂടെ നന്നായിട്ട്, അതായത് ഡ്രൈ ആകാണ്ട് കുറച്ചും കൂടെ നല്ല സോസി ആയിട്ടുള്ള മാക്രോണിയാണ് എനിക്കിഷ്ടം. ഇപ്പോൾ കുറച്ചും കൂടെ എനിക്ക് തോന്നി ഒരു പെപ്പറും കൂടെ ആഡ് ചെയ്യാം. വേറെ എരിവൊന്നും ഞാൻ ചേർക്കുന്നില്ലല്ലോ. അപ്പോൾ കുറച്ചും കൂടെ വൈറ്റ് പെപ്പർ പൗഡർ ഞാൻ ചേർത്ത് കൊടുത്തു. കുറച്ചും കൂടെ പാല് വേണ്ടി വരും, നമുക്ക് ഒഴിക്കാം. നമുക്ക് പാലേ വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാവുള്ളൂ. നമുക്കൊന്ന് നോക്കാം. ഇത് കുക്കിങ് ഒന്ന് ഇളക്കി നമുക്കൊന്ന് നോക്കിയിട്ട് മാത്രമേ പാൽ കൊടുക്കുക. എന്ന് വെച്ചാൽ നമ്മൾ ഫ്രഷ് ക്രീം ഇനി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടെ വരുമ്പോൾ ഇത് കൂടിപ്പോവരുത്. പിന്നെ കൂടിയാലും പിന്നെ ഒന്നും കൂടെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചങ്ങ് പറ്റിച്ച് വെച്ചാൽ മതി, കുഴപ്പമില്ല. പക്ഷേ ആവശ്യത്തിന് ഇപ്പോൾ പാലുണ്ട്, ഇനിയും പാൽ ഒഴിക്കേണ്ട. നമുക്കിനി ഫ്രഷ് ക്രീമും കൂടെ ആഡ് ചെയ്ത് വെച്ച് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോൾ ഈ പാലിനകത്ത് ഈ കൂട്ടൊന്ന് തിളയ്ക്കട്ടെ. അപ്പോഴത്തേക്കിന് മാക്രോണിയിൽ ആ ഫ്ലേവറൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കട്ടെ. ഇനി അത് നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ആ സമയത്തേക്ക് ഞാനിവിടെ കുക്കിംഗ് ക്രീമാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏത് ബ്രാൻഡിൻ്റെ ആണെന്ന് വെച്ചാൽ ഏത് ബ്രാൻഡ് നമുക്ക് ഉപയോഗിക്കാം. കുക്കിംഗ് ക്രീമാണ് ഞാനിവിടെ ഈസി മെത്തേഡിനായിട്ട് ഞാൻ കുക്കിംഗ് ക്രീമാണ് എടുക്കുന്നത്. പിന്നെ ഇത് മൈദയുടെ പൊടിയും കൊണ്ടൊക്കെ വൈറ്റ് സോസ് ഉണ്ടാക്കുന്നവരുണ്ട്. ഞാൻ അതിന് വേണ്ടി പോകാറില്ല. ചിലപ്പോൾ അത് കരിയാൻ സാധ്യതയുണ്ട്. അപ്പം അത് കരിഞ്ഞു പോയാൽ ഫുൾ ഫ്ലോപ്പായി പോവും. അപ്പോൾ ഇതാണ് മെയിൻലി എന്താണെന്ന് വെച്ചാൽ ഇറ്റലിയിലുള്ളവരും ഇറ്റാലിയൻസും ഒക്കെ ഉപയോഗിക്കുന്ന ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഞാനിപ്പോഴിവിടെ കാണിച്ചു തരുന്നത്. ഇതാണ് ഏറ്റവും ഈസി ആയിട്ടും സേഫായിട്ടുള്ള മെത്തേഡുമാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത്. ഇത് കുറേശ്ശെ വീതം ഒഴിച്ചൊഴിച്ച് നോക്കുക, ആവശ്യാനുസരണം നമ്മൾ ചേർക്കുക. അപ്പോൾ ആദ്യമേ നമ്മളിപ്പോൾ കുറച്ച് ഒഴിച്ചു. ഇതിനിപ്പോൾ അര കപ്പ് ഒരു കപ്പെന്നൊന്നും ഞാൻ പറയുന്നില്ല. കുറേശ്ശെ വീതം ഒഴിച്ചൊഴിച്ച് നോക്കിയിട്ട് ഇളക്കി വരുമ്പോൾ നമുക്കത് കാണാൻ പറ്റും. അത് ക്രീമി ആയിട്ട് വരുന്നത് നമുക്കറിയാൻ പറ്റും. ആ സമയത്ത് അത് നിർത്തുക എന്നുള്ളതാണ് ഞാൻ പറയത്തുള്ളൂ. അത് ഓരോരുത്തരും അവനവൻ്റെ ഇഷ്ടമനുസരിച്ച് അത് നോക്കുക. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കുറച്ചും കൂടെ നല്ല ക്രീമി ആയിട്ടിരിക്കുന്നത് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഇപ്പം ഇട്ട് കൊടുത്തത്. എന്നാലും എനിക്ക് തോന്നുന്നത് ഞാനൊരു അര കപ്പ് ഇപ്പോൾ ഫ്രഷ് ക്രീം ഒഴിച്ചെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എൻ്റെ കയ്യിൽ പിന്നെ ഇതിന് മുകളിലേക്ക് നമ്മൾ കുറച്ച് ചീസ് ഇടണം. മൊസറോള ചീസാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ഞാൻ ഗ്രേറ്റ് ചെയ്തത് ആണ് ഞാൻ മേടിച്ചിരിക്കുന്നത് ഇവിടെ. അപ്പോൾ പിന്നെ നമ്മൾ ഗ്രേറ്റ് ചെയ്യാൻ പോകണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ഗ്രേറ്റഡ് ചീസാണ്. ഇതൊക്കെ ഇപ്പോൾ ഗ്രേറ്റഡ് ആണെങ്കിൽ നമ്മൾ നേരത്തെ എടുത്ത് പുറത്ത് വെച്ചേക്കണം, എങ്കിൽ മാത്രം, അല്ലെങ്കിൽ കട്ടയായിട്ടിരിക്കും. പിന്നെ അല്ലെങ്കിൽ ഇത് ക്യൂബായിട്ടുള്ളതാണെങ്കിൽ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് ചേർക്കുക. ഇതൊരു കുറച്ചിടുക. നമ്മുടെ കൈക്ക് ഒരു പിടി മൊസറോള ചീസും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് ഒരുമിച്ച് കിടന്ന് ഇത് പെട്ടെന്ന് അങ്ങ് ആവും. എന്ന് വെച്ചാൽ മൊസറോള ആവി കയറുമ്പം തന്നെ അതങ്ങ് ഉരുകി മെൽറ്റായിട്ട് പെട്ടെന്ന് കണ്ടല്ലേ, ഇപ്പം തന്നെ അത് കറക്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഫാസ്റ്റായിട്ടാകും. ഇനിയും പെട്ടെന്ന് അതും കുറുകും. ഇപ്പോഴും കണ്ടില്ലേ, നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നു. അതിൽ നല്ല ഫുൾ ഫ്ലെയിമിലാണ് ഞാൻ ഇട്ടേക്കുന്നത്. നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ ഇത് എത്തിയിട്ടുണ്ട് സംഭവം. ഇപ്പോൾ എനിക്ക് തോന്നി കുറച്ചും കൂടെ മൊസറോള ചീസ് വേണം തോന്നി. അപ്പോൾ കുറച്ചും കൂടെ ഞാൻ ഇട്ട് കൊടുത്തു. ഇപ്പോൾ എല്ലാം കൂടെ നല്ലതായിട്ട് എൻ്റെ കൈക്ക് ഒരു കൈ മൊസറോള ഹീപ്പായിട്ട് ഞാനിപ്പോൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് ആവശ്യാനുസരണം അവനവൻ്റെ ഇഷ്ടാനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്നും കൂടെ ഇളക്കിയിട്ട് വയ്ക്കുക. പിന്നെ കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചേക്കുക. നല്ല ആ ചൂടത്തിരുന്നൊന്ന് സെറ്റാവട്ടെ. എന്നിട്ട് അതിനും കൂടെ ഉള്ള ഇതിട്ടിട്ട് വേണം, സോസ് ഇട്ട് വേണം നമ്മളത് നിർത്താനായിട്ട്. കണ്ടില്ലേ, നല്ല വൈറ്റ് കളറിൽ സോസിയായിട്ട് ക്രീമി ടെക്സ്ചറിൽ അത് വന്നിട്ടുണ്ട്. പെർഫെക്റ്റ് ആയിട്ടുണ്ട് സംഭവം. ഭയങ്കര ടേസ്റ്റുമാണ്, പിള്ളേർക്കൊക്കെ ഇഷ്ടമാണിത്. ഞാനത് ഡിന്നറിനായിട്ടാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ പിള്ളേർക്കത് എന്തായാലും ഇഷ്ടപ്പെടും. ഒരു ഈസിയാണ്. കുഞ്ഞു പിള്ളേർക്കുമൊക്കെ ഇഷ്ടമാണ് ഈ ഒരു സംഭവം. എന്നുവെച്ചാൽ അത് സോഫ്റ്റ് അല്ലേ, അല്ല ഈ പാലിൻ്റെയും ബട്ടറിൻ്റെയും ഇതിൻ്റെയൊക്കെ ഒരു ഫ്ലേവറൊക്കെ ഇവർക്ക് ഇഷ്ടമാണ്. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്കിപ്പോഴും ഇത് ആഡ് ചെയ്യുക. അതായത് ഉപ്പായാലും മുളകായാലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിപ്പോൾ തന്നെ ആഡ് ചെയ്ത് പിന്നെ ആഡ് ചെയ്താൽ അത് ശരിയാവത്തില്ല. ഓക്കെ, നമ്മുടെ എപ്പോഴും പാസ്ത എന്ന് പറയുന്നതല്ലേ, മാക്രോണി നമ്മുടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ എപ്പോഴും ഒരു കാര്യം ഓർത്ത്, നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി ഒർഗാനോ വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. എൻ്റെ കയ്യിൽ ഒർഗാനോ ഉള്ളതുകൊണ്ട് ശക്കലം ഒരു 1/4 സ്പൂൺ ഒർഗാനോ എടുത്തിട്ട് കൈ കൊണ്ടൊന്ന് തിരുമ്മി വെച്ച് ഞാൻ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കയ്യിലുണ്ടെങ്കിൽ മാത്രം മതി, ഉണ്ടെങ്കിൽ ഒരു ഫ്ലേവർ നൽകും, അത്രയാണ്. പിന്നെ വേണമെങ്കിൽ ശക്കലം റോസ്മേരി ഉണ്ടെങ്കിൽ റോസ്മേരിയും കൂടി ഇട്ട് കൊടുക്കാം. ഇല്ല, ഇത് രണ്ടും കയ്യിലില്ലാത്തവരും പേടിക്കേണ്ട, ഇത്ര മതി. ബാക്കി അത്രയും ചെയ്താലും മതി. കണ്ടോ, ആ ഒരു സമയം കൊണ്ട് തന്നെ ഇപ്പോൾ അത് നല്ല തിക്കായി വന്നു കഴിഞ്ഞു. കണ്ടില്ലേ, ഇനി നമുക്ക് വേണമെങ്കിൽ അങ്ങ് ഒത്തിരി ചൂടാകും തോന്നുന്നുണ്ടെങ്കിൽ അങ്ങ് മാറ്റിയേക്കണം. പിന്നെ ഇത് ഇപ്പം തന്നെ നമുക്ക് കഴിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനി എങ്ങാനും ഒന്ന് ശകലം തിക്കായിപ്പോയി, ഈ ഒരു സമയത്ത് ചൂട് കൂടിപ്പോയി, എന്തെങ്കിലും ഒരു ശകലം മറവി സംഭവിച്ചു പോയെങ്കിൽ കുഴപ്പമില്ല. ഒരു 1/4 ഗ്ലാസ് പാലെടുത്ത് ചൂടാക്കിയിട്ട് ആഡ് ചെയ്ത് വെച്ച് അവിടെ വെക്കുക. ഇപ്പോൾ എനിക്കത് സംഭവിച്ചു, അതുകൊണ്ടാണ് ഞാനൊരു ശകലം പാൽ ചൂടാക്കിയിട്ടും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്.
എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞില്ല, നല്ല ചൂട് നിൽക്കുമ്പോൾ ഈ ചീസും കൂടെയൊക്കെ ഇട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് അങ്ങ് കുറുകി അതങ്ങ് പിടിക്കും, അതിലങ്ങ് പിടിക്കും. അപ്പം അതൊരു എന്താ പറയുക, മൊസറോള ചീസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നൂല് പോലെ ഇങ്ങനെ ഇരിക്കത്തില്ലേ. അപ്പോൾ ഇത് കണ്ടില്ല, ഇപ്പോൾ അത് കറക്റ്റായി വന്നിട്ടുണ്ട്. അത് മതി. നിങ്ങളുടെ ആവശ്യാനുസരണം കുറച്ച് തിളച്ച പാലും കൂടെ ഒഴിച്ച് വെച്ച് ഇങ്ങെടുത്ത് വെച്ചാൽ മതി. പെർഫെക്റ്റ് ആയിട്ടുണ്ട് സംഭവം. റെഡിയായി. എമ്മിയാണ്, ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് ഇത് ആവശ്യം എനിക്ക് തോന്നുന്നു ശക്കല ഉപ്പും കൂടെ വേണ്ടതെന്ന് തോന്നി, അതും കൂടെ ഞാനിപ്പോൾ ഇട്ട് കൊടുത്തു. ഒന്ന് ഇളക്കുക. ഇത് ആ ഒരു രീതിയിൽ നമ്മൾ വെന്ത് വാങ്ങുകയാണെങ്കിൽ നമുക്കിങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുക. ഒത്തിരി അങ്ങ് വെന്ത് പോയത് പൊട്ടരുത്. അതാണ് അതിൻ്റെ വേവിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. മാക്രോണി പൊട്ടിപ്പോകരുത്. അങ്ങനെ ഇപ്പോൾ കറക്റ്റായിട്ടുണ്ട്. അപ്പോഴേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കാണുന്നു ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അവൻ വീണ്ടും ഇതുപോലെയുള്ള ചെറിയ ചെറിയ കുട്ടി കുട്ടി എമ്മി ഡിഷസിൽ കൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.